ഹായ് ഫ്രണ്ട്സ്, ട്രംപിൻ്റെ 50% നികുതി പ്രാബല്യത്തിൽ വന്നതോടുകൂടി ഇന്ത്യയിലെ അടിസ്ഥാന മേഖല, പ്രത്യേകിച്ചും കാർഷിക മേഖല വലിയ ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ നമക്കൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും അധികം മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന, കയറ്റുമതി ചെയ്യുന്ന ഏരിയയാണ്. അവിടെ 2 കോടിയിലേറെ മുട്ട ഇപ്പോൾ കെട്ടിക്കിടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ കർഷകർ നട്ടം തിരിയുകയാണ്. അതുമല്ലെങ്കിൽ തെലങ്കാന, ആന്ധ്ര സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയുടെ സീ ഫുഡ് എക്സ്പോർട്ടിങ്ങിൻ്റെ നട്ടല് എന്ന് പറയുന്നത്. അവിടെ അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് മത്സ്യം കയറ്റുമതി ചെയ്തിരുന്ന പല കമ്പനികളിലും ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ്. അതുമല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഈറോഡിലും കോയമ്പത്തൂരും ഒക്കെയുള്ള ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിംഗ് കമ്പനികൾ, അവരൊക്കെ ഇപ്പോൾ പ്രശ്നത്തിലാണ്. അവർക്ക് ലഭ്യമായിരുന്ന കയറ്റുമതി ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റ് മാർക്കറ്റുകൾ കണ്ടെത്താൻ ഇന്ത്യൻ ഗവൺമെന്റ് തയ്യാറാവുന്നുമില്ല. അതിന് പോകുമ്പോഴേയുള്ളൂ, വേറെ മാർക്കറ്റ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് ഇതിന്റെ എല്ലാം കാരണമെന്ന് പറയുന്നത് BJP ഗവൺമെന്റിന്റെ അമേരിക്കൻ സൈഡിലേക്കുള്ള കൂറുമാറ്റമാണ്. അമേരിക്കയും ഇസ്രായേലുമാണ് BJP ഗവൺമെന്റ് പുതിയ കൂട്ടുകാരെന്ന് പറയുന്നത്. അവരോടുള്ള അമിതമായ സ്നേഹം മൂലം പണ്ട് ഇന്ത്യ സപ്പോർട്ട് ചെയ്തിരുന്ന മുസ്ലിം കൺട്രീസ് പ്രത്യേകിച്ചും ഇപ്പൊ ഇന്ത്യയോട് അവർക്കൊന്നും ഒരു താല്പര്യമില്ലെന്നായിരിക്കുന്നു. ഒന്നും വേണ്ട, നമ്മുടെ അയൽ രാജ്യങ്ങൾ, സാർക്ക് കൺട്രീസ്, പാകിസ്ഥാൻ ഒഴികെ എല്ലാവരും ഇന്ത്യയോട് നല്ല സൗഹൃദത്തിലായിരുന്നു. ബംഗ്ലാദേശും ശ്രീലങ്കയും ഒക്കെ, അവരൊക്കെ ഇപ്പൊ ശത്രുപക്ഷത്താണ്. അമേരിക്കക്കാർ ചതിയന്മാരാണെന്ന് പണ്ടേ നമുക്കറിയാം. മുൻ അനുഭവങ്ങളുമുണ്ട്. അമേരിക്കയുടെ അഫ്ഗാനിസ്ഥാൻ അധിനിവേശ കാലത്ത് അമേരിക്കയുടെ വാക്ക് വിശ്വസിച്ച് അമേരിക്കയിൽ കോടികൾ നിക്ഷേപിച്ച് ഇന്ത്യൻ വ്യവസായികൾക്കെല്ലാം പണം നഷ്ടമായി അമേരിക്ക മൂടും തട്ടി എണീറ്റ് പോയപ്പോൾ, അപ്പോൾ ഇന്ത്യയുടെ വ്യവസായികളുടെ കാര്യമോ അവരെങ്ങനെ പിൻവാങ്ങണമെന്നുള്ള കാര്യമോ അമേരിക്ക ചർച്ച ചെയ്തതേയില്ല. അവർക്ക് അവരുടെ കാര്യം. നിങ്ങൾക്കറിയാമോ, അമേരിക്ക എന്ന് പറയുന്ന ആദ്യകാലം മുതലേ അങ്ങനെയായിരുന്നു. ഒരു കാലത്ത് അവർ അറിയപ്പെട്ടിരുന്നത് ലാൻഡ് ഓഫ് ക്രിമിനൽസ് എന്നാണ്. കാരണം അമേരിക്കയിലെ ആദ്യകാല നിവാസികൾ എന്ന് പറയുന്നത് ക്രിമിനൽസാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് നാട് കടത്തപ്പെട്ട കുറ്റവാളികളായിരുന്നു അവിടുത്തെ ആദ്യ നിവാസികൾ. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ, കുറ്റവാസന, ചതിയും വഞ്ചനയൊക്കെ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അവർക്കതിൽ പിന്മാറാനാവുകയില്ല. നിങ്ങൾക്കറിയാമോ, അവരുടെ മൗലികാവകാശങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് റൈറ്റ് ടു പൊസസ് ആംസ്, ആയുധങ്ങൾ, തോക്ക് കൈവശം വെക്കാനുള്ള അവകാശം എന്ന് പറയാൻ. അതുകൊണ്ടാണ് എല്ലാ അമേരിക്കൻ ഭവനങ്ങളും 1-2 തോക്കുണ്ട്. അതൊക്കെ കടയിൽ പോയി ചുമ്മാ മേടിക്കാം. ഇവിടുത്തെ പോലെ കർശനമായ നിയന്ത്രണങ്ങളോ വ്യവസ്ഥകളോ ഒന്നുമില്ല. ഈ നിയമം ഒന്ന് മാറ്റാൻ, ഒരു ഭേദഗതി വരുത്താൻ നൂറ്റാണ്ടുകളായി പല ഗവൺമെന്റും ശ്രമിച്ചു, പരാജയപ്പെട്ടതേ ഉള്ളൂ. അവർ മാറ്റുകയില്ല. കാരണം അടിസ്ഥാനപരമായി അവർ കുറ്റവാളികളാണ്. അതുകൊണ്ട് അമേരിക്കയെ നമ്പിയിട്ട് ഒരിക്കലും മുമ്പോട്ട് പോകാനാവുകയില്ല. അതിനു പകരം ഇന്ത്യയുടെ പഴയ നയത്തിലേക്ക്, എന്ന് പറയാൻ ചേരിചേരാ നയത്തിലേക്ക് അമേരിക്കയും വേണം, റഷ്യയും വേണം, ഇസ്രായേലും വേണം, പാലസ്തീനും വേണം, എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്ന നയത്തിലേക്ക് ഒരു മടക്കയാത്ര, അതുമാത്രമാണ് ഇതിനുള്ള പോംവഴി എന്ന് പറയുന്നത്. ഞങ്ങൾ ഇസ്രായേലിനൊപ്പമാണ് എന്ന് പറഞ്ഞ മനോഭാവം മാറ്റണം. ഇസ്രായേലും വേണം, പാലസ്തീനും വേണം. അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക്, ചേരിചേരാ നയത്തിലേക്ക് ഇന്ത്യ മാറേണ്ട സമയം അതിക്രമിച്ചില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഒരു കാര്യവുമില്ല. താങ്ക് യു.